എല്ലാവർക്കും നമസ്കാരം. സ്തോത്രഭജൻസിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മൂകാംബിക അഷ്ടകത്തിലെ ഏറ്റവും അവസാനത്തെ സ്റ്റാൻസ, 8ാമത്തെ സ്റ്റാൻസയാണ് പഠിക്കാൻ പോകുന്നത്. അതിലെ വരികളും അർത്ഥവും ചൊല്ലേണ്ട രീതിയും ഇപ്പോൾ ഇവിടെ ചൊല്ലുന്നതാണ്. നമ ശംഖചക്ര അഭയാഭീഷ്ടഹസ്തേ, നമ ശംഖചക്രാഭയാഭീഷ്ടഹസ്തേ. നമ്മൾ പാടുമ്പോൾ അങ്ങനെയാണ് വരിക. അപ്പോൾ ശരിക്കും പിരിച്ചു പറയുമ്പോൾ നമ ശംഖചക്ര അഭയാഭീഷ്ടഹസ്തേ, നമസ്ത്രംബകേ ഗൗരി പദ്മാസനസ്തേ, നമസ്ത്രംബകേ ഗൗരി പദ്മാസനസ്തേ, നമ സ്വർണവർണേ പ്രസന്നേ ശരണ്യേ, നമ സ്വർണവർണേ പ്രസന്നേ ശരണ്യേ, നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി, നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. ഇതിൻ്റെ അർത്ഥം, ശംഖചക്രങ്ങൾ കയ്യിൽ ധരിച്ചവളും അഭയമുദ്ര ഏന്തിയവളും അഭീഷ്ടങ്ങൾ സാധിക്കുന്നതിനുള്ള വരങ്ങൾ നൽകുന്നവളും താമരപ്പൂവിലിരിക്കുന്നവളും 3 ലോകങ്ങളുടെ അധിപയും പ്രസന്നഭാവത്തോടു കൂടിയവളും ശരണാഗതർക്ക് ശരണം നൽകുന്നവളും ആയ കോലാപുരേശിയായ മഹാലക്ഷ്മിക്ക് നമസ്കാരം. നമുക്കിനി ഇത് ഈണത്തിൽ ചൊല്ലിപ്പഠിക്കാം. നമ ശംഖചക്രാഭയാഭീഷ്ടഹസ്തേ, നമ ശംഖചക്ര അഭയാഭീഷ്ടഹസ്തേ. നമ്മൾ അഭയ അങ്ങനെ എടുത്തു പാടിയാൽ ചിലപ്പോൾ താളത്തിൽ നിൽക്കില്ല, അതുകൊണ്ട് ചേർത്താണ് പാടുക. നമ ശംഖചക്രാഭയാഭീഷ്ടഹസ്തേ, നമസ്ത്രംബകേ ഗൗരി പദ്മാസനസ്തേ, നമസ്ത്രംബകേ ഗൗരി പദ്മാസനസ്തേ, നമ സ്വർണവർണേ പ്രസന്നേ ശരണ്യേ, നമ സ്വർണവർണേ പ്രസന്നേ ശരണ്യേ, നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി, നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. താളത്തിൽ പാടി നോക്കാം. നമ ശംഖചക്രാഭയാഭീഷ്ടഹസ്തേ, നമ ശംഖചക്രാഭയാഭീഷ്ടഹസ്തേ, നമസ്ത്രംബകേ ഗൗരി പദ്മാസനസ്തേ, നമസ്ത്രംബകേ ഗൗരി പദ്മാസനസ്തേ, നമ സ്വർണവർണേ പ്രസന്നേ ശരണ്യേ, നമ സ്വർണവർണേ പ്രസന്നേ ശരണ്യേ, നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. ചേർത്ത് പാടുമ്പോൾ നമ ശംഖചക്രാഭയാഭീഷ്ടഹസ്തേ, നമസ്ത്രംബകേ ഗൗരി പദ്മാസനസ്തേ, നമ സ്വർണവർണേ പ്രസന്നേ ശരണ്യേ, നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി, നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി, നമസ്തേ മഹാലക്ഷ്മി കോലാപുരേശി. മൂകാംബികാഷ്ടകം ഇവിടെ തീരുകയാണ്. ഇനി എൻ്റെ ഫലശ്രുതി ഉണ്ട്, അതിൻ്റെ ഫലശ്രുതിയും അർത്ഥവും ഞാൻ പറഞ്ഞുതരാം. പക്ഷേ നമ്മൾ ചൊല്ലി തീർക്കുന്നത് എങ്ങനെയാണ്? ഫലശ്രുതി നമ്മൾ സാധാരണ ചൊല്ലുമ്പോൾ ചൊല്ലാറില്ല, അത് നമ്മൾ ചൊല്ലുന്നതുകൊണ്ടുള്ള ഗുണങ്ങളെയാണ് പറയുന്നത്. അപ്പോൾ മൂകാംബികാഷ്ടകം ഇവിടെ തീർന്നു. എല്ലാവരും പഠിക്കണം, പഠിച്ച് എല്ലാ ദിവസവും ചൊല്ലണം. നമുക്ക് ദൈവയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാവർക്കും നന്ദി.